എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുക നയനയുടെ വീടാണ് കേട്ടോ. അപ്പോൾ നയനയും ഗോവിന്ദനും കൂടെ ആർട്ട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നവ്യ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിന്നെ കല്യാണം കഴിച്ച് വിട്ടതേ അച്ഛനെ സഹായിക്കാനല്ല, പിന്നെ ഭർത്താവിനെ സഹായിക്കാനാണ്. പിന്നെന്താ നീ ഓഫീസിൽ പോവാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഗോവിന്ദൻ പറയാണ്, ഞാനും പറഞ്ഞത് അമ്മളോട് പൊയ്ക്കോളാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, ഞാൻ പൊയ്ക്കോളാം, 1-2 ദിവസം കഴിഞ്ഞോട്ടെ. അതേപോലെ തന്നെ ഞാൻ ആദർശനോട് പോയാൽ പിന്നെ ഇങ്ങോട്ട് വരല്ലെന്നല്ലേ അച്ഛനും അമ്മയൊക്കെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനക ചായയായിട്ട് വരികയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും കനക പറയാണ്, അയ്യോ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരരുത്, അവിടെ തന്നെ അങ്ങ് നിന്നോണം, വേറെ ഒന്നും കൊണ്ടല്ല. ഇനി അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാനോ അവിടെ വരുമ്പോൾ അമ്മായിയമ്മയും മരുമകളും അവഗണിക്കുന്നത് കാണാനോ ഉള്ള ശക്തി ഞങ്ങൾക്കില്ല, അല്ലേ ഗോവിന്ദേട്ട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാണ്, പിന്നെ അല്ലാതെ എല്ലാത്തിനും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പറയണ, അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും കനക പറയാണ്, ഞങ്ങൾ ഉറപ്പിച്ചിട്ട് തന്നെയാണ് മോടെ 7-ാം മാസത്തെ ചടങ്ങിന് വന്നത്. അതുപോലെ തന്നെ ആദർശ് മോൻ മാറിയില്ലേ, അതുപോലെ ആദർശ് മോൻ്റെ അമ്മയും മാറണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അവർക്ക് ചെറിയ സഹായമാണോ മോള് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നവ്യ. അത് അവർക്കറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം എന്തും പറയുന്നുണ്ട്, അതറിയാന്നുള്ള ആൾക്കാരുണ്ടല്ലോ, അത് അവർ പറഞ്ഞ് തിരുത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം തന്നെ ആദർശവും അവിടെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി എവിടെ വിടണ കാര്യമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദ പറയുന്നുണ്ട്, അതിനെന്താ, മോൻ്റെ ഭാര്യ മോനെ എപ്പോഴും വേണമെങ്കിലും കൊണ്ടുപോവാം, പക്ഷേ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ മോളോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പറയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കനക, മോനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മോനാണ് ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ മോശമായിട്ട് പെരുമാറിയാൽ മോൻ പിന്നെ ഇവിടെ വരുമോ? അതുമാത്രമല്ല, പിന്നെ മോൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ 7-ാം മാസം അവിടെ ചടങ്ങിന് വന്നപ്പോൾ എത്ര വിഷമമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നതെന്നറിയോ? മോളെ അമ്മയമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കുറച്ച് കഷ്ടമല്ലേ? ഒന്നുമില്ലെങ്കിലും അവളെ ചെയ്ത സഹായമെങ്കിലും ഒന്ന് ഓർക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട് നയനയോട്, നീ എന്താ എന്നോടൊപ്പം വരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുകയാണ്, എന്തായാലും ആദർശിട്ട് ഞാൻ ഇപ്പം വരുന്നില്ല, ആദർശിട്ടം പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെയും ഗോവിന്ദൻ പറയണം, മോള് പോകണമെങ്കിൽ പൊയ്ക്കോ, കല്യാണം കഴിഞ്ഞ പെൺമക്കൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കേണ്ട, മോള് എന്നാൽ ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പം നയനയ്ക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നയന നിൽക്കുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, ഞാൻ അമ്മ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരിക്കലും എനിക്ക് അമ്മയെ തിരുത്താനൊന്നും പറ്റില്ല, എനിക്കൊരു പരിധിയില്ലേ ഞാൻ ഇങ്ങനെ പറയുന്നതിനൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി അങ്ങനെ വാശിയും വൈരാഗ്യവും കാണിച്ചിട്ട് എല്ലാവരും കൂടെ അത് കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മോളെ ജീവിതം തന്നെയാണ് ഇല്ലാതാവുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയും ആദർശ് ചോദിക്കുന്നുണ്ട്, നീ വരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനിപ്പം വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പിന്നെയും പറയാണ്, നീയാണ് ഒരു തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് എന്നിട്ട് ഞാൻ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോനെ ഞങ്ങൾ വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മാറിത്തരാം, മോനെടുത്ത് തന്ന വീടല്ലേ, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, ഞാൻ അതിൻ്റെ കാര്യമൊന്നും ഞങ്ങൾ ഇതൊരിക്കലും പറഞ്ഞില്ലല്ലോ, അങ്ങനെ എന്തായാലും ഇവിടെ എന്നോട് കൂടെ വന്നാലും വന്നില്ലെങ്കിലും ഇവിടെ എൻ്റെ ഭാര്യ തന്നെയാണ്, ഇനി അതിൻ്റെ പേരിൽ ഇനി വേറെ ചർച്ചയ്ക്കൊന്നും വഴി ഒരുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. ആദർശിന് വളരെ വിഷമമാവുന്നുണ്ട്, അതുപോലെ തന്നെ നയനിക്കും വളരെ വിഷമാവുകയാണ് ചെയ്യുക. ക്കും നവ്യ ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഒരിക്കലും ആദർശനോട് ഇങ്ങനെയൊന്നും സംസാരിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാണ്, എന്നിട്ട് നവ്യ പറയുന്നുണ്ട് നയനയോട്, എന്തായാലും മോള് പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാണ്, ഇല്ല ഞാൻ പോകുന്നില്ല, എനിക്ക് എല്ലാവരും വേണം, അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും എല്ലാവരും എനിക്ക് വേണം, ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടേ ഞാനും പോകുന്നുള്ളൂ, എന്തെന്ന് വെച്ചാൽ ആദർശൻ്റെ അമ്മ തന്നെ അതൊരു തീരുമാനം എടുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ കനകയും പറയുന്നുണ്ട് അത്രയും. അടുത്തായിട്ട് അനന്തപുരിയാണ് കേട്ടോ കാണിക്കുക. ദേവേനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് വരുന്നുണ്ട്, ചോദിക്കുകയാണ്, എന്തായി മോനെ എന്നൊക്കെ ഇങ്ങനെ ദേവേനി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് എന്താവാൻ, അവളെ അച്ഛനും അമ്മയ്ക്കൊന്നും എന്നോടൊപ്പം നയനെ വിടാൻ താല്പര്യമില്ല, അതുപോലെ തന്നെ അവൾ ഒരു പ്രത്യേക അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് എന്നോടൊപ്പം വന്നു കഴിഞ്ഞാൽ അവരോട്ടുള്ള എല്ലാ ബന്ധം അവസാനിച്ചിട്ട് വരാനൊക്കെയാണ് അവർ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനയ്ക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, പിന്നെ അവൾ എന്നോടൊപ്പം ഇറങ്ങി വരാൻ
വരാനുള്ള ധൈര്യവും അവൾ കാണിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം പറയാണ് മോനെ അവൾ വരാത്തതിൽ നല്ല വിഷമമുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ കാണാതിരിക്കുമോ, ഞാൻ അവളെ എന്നോടൊപ്പം വരില്ല എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി എന്തായാലും ഞാൻ ഇനി വിളിക്കാനും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് തറപ്പിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് എനിക്കിനി അവൾ വന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ പോയി നിൽക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അമ്മ എതിർത്താൽ പോലും ഞാൻ 1-2 ദിവസം പോയി നിൽക്കുകയും ചെയ്തേനെ. പക്ഷേ ഇനി എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ്. അമ്മ ഇനി അവളെ ചെന്ന് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അവർ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്. ഇനി എന്തായാലും അമ്മ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പോകണ്ട, അമ്മ അവരെ മുമ്പ് താഴാനും പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടും പറയുന്നുണ്ട് ആദർശ് അമ്മയിലെ കഴിഞ്ഞ പ്രാവശ്യം അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് അവർ വന്നപ്പോൾ അമ്മയ്ക്ക് കുറച്ചുകൂടെ അവരുടെ അടുത്തൊക്കെ മാന്യമായിട്ട് പെരുമാറായിരുന്നു, എങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അപ്പോഴത്തെ ദേവേനിക്ക് ടെൻഷനായിട്ട് പറയാണ് ഇനി ഇതിൻ്റെ വഴിയെല്ലാം കൂടെ ഞാൻ തന്നെ കേൾക്കേണ്ടി വരില്ലേ, ഇനി ഞാൻ തോക്കുമെന്ന് വിചാരിച്ചിട്ട് നീ അവളുടെ അടുത്ത് പോവാതെ മിണ്ടാതെ ഒന്നും ഇരിക്കേണ്ട, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ കടുപ്പിച്ച് തന്നെ പറയുകയാണ് ഇനി എന്തായാലും ഞാൻ വിളിക്കാനും ഒന്നിനും പോകുന്നില്ല, ഞാൻ അവിടെ നിൽക്കാനും പോകുന്നില്ല, ഇനി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും ദേവേനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് ദേവേനി ഇങ്ങനെ നയനെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന ആരും കാണാതെ വന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവേനി ചോദിക്കുകയാണ് മോള് ആദർശിനോടൊപ്പം വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, മോള് എന്തായാലും അച്ഛനും അമ്മയും വിട്ടില്ലല്ലോ എന്നൊക്കെ ഇനി ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അത് തന്നെ അമ്മേ, എനിക്കറിയില്ല എന്താ അച്ഛന് ഇങ്ങനെ വിടാത്തതെന്ന് അറിയില്ല, അമ്മയായിരുന്നു ഇതിനൊക്കെ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ അമ്മയെക്കാട്ടിയും വാശിയാണ് അച്ഛനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ് എന്തായാലും മോളെ ഭർത്താവല്ലേ, മോൾക്ക് വന്നുകൂടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയണേ അതെങ്ങനെയമ്മേ ഞാൻ വരിക, എന്തായാലും ഞാൻ അങ്ങനെ വരികയാണെങ്കിൽ അച്ഛനും അമ്മയായിട്ടുള്ള എല്ലാ ബന്ധം അവസാനിപ്പിക്കണമെന്നൊക്കെയാണ് പറയുന്നത്, അതിനൊന്നും എനിക്ക് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നമ്മളെല്ലാ സത്യവും എല്ലാവരോടൊപ്പം പറയേണ്ടി വരുമോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും മോളെ കാണാതിരിക്കാൻ പറ്റില്ല, മോൾ ഇവിടുന്ന് മാറി നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് എന്തായാലും നമുക്ക് 2 ദിവസം കൊണ്ട് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവേനി അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നയനയും ഞാൻ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും കനകയും നന്ദുവും പെട്ടെന്ന് അങ്ങ് മാറിക്കളയാണ് കേട്ടോ. അടുത്തായിട്ട് കനകയും നന്ദുവിനെയും ഗോവിന്ദനെയൊക്കെയാണ് കേട്ടോ കാണിക്കുക. അവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് കനക പറയുന്നുണ്ട് എന്നാലും ഞങ്ങളെ കുറേ കുരങ്ങ് കളിപ്പിച്ചതല്ലേ, ഇനി അമ്മായിയമ്മയും മരുമകളും കുറച്ച് നീറട്ടെ എന്നൊക്കെ ഇനി പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് ഇനി ആദർശമോൻ വന്ന സമയത്ത് മോളെ വിടാത്ത ഇനി വലിയ തലവേദനയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കനക പറയാണ് ഒരു തലവേദനയും ഇല്ല, ആദർശമോനെയും അമ്മയും മകളും പറ്റിക്കുകയാണല്ലോ, ഇനി എന്ത് സംഭവിച്ചാലും അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് നയന വരികയാണ് കേട്ടോ ചെയ്യുക. അപ്പം നന്ദു കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ വന്നത്. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയാണ് മോളെ വിഷമിക്കുകയൊന്നും വേണ്ട, നിനക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ, പക്ഷേ ഇനി ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധം അവസാനിപ്പിച്ചിട്ട് വേണം പോകാനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ മരിച്ചു എന്ന് വിചാരിച്ച് നീ ജീവിച്ചാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എന്നെ പറയണേ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതിന് മാത്രം പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഉണ്ടായില്ലല്ലോ, പിന്നെ എന്തിനാ ഇത്രയും വലിയ പ്രശ്നമാക്കി മാറ്റുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നന്ദ പറയുകയാണ് ആര് പറഞ്ഞു പ്രശ്നമില്ലെന്ന്, ഉണ്ടായിട്ടില്ല എന്ന്, പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവർ കാണിക്കേണ്ട കുറച്ച് സാമാന്യ മര്യാദയല്ലേ, അത് വല്ലതും അവർ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ചേച്ചി കല്യാണത്തിന് മുമ്പ് മുഖം മറച്ച് ചെന്ന സമയത്ത് ആദർശനെ പോലും ചേച്ചി ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അതാണ് അവസ്ഥ, ഇപ്പോൾ ആദർശന് ചേച്ചി എന്ന് വെച്ചാൽ ജീവനാണ്, അതെങ്കിലും അവർ പരിഗണിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും അവർക്ക് മാറാൻ താല്പര്യമില്ലെങ്കിൽ അവരെ മാറണ്ട, മോളെന്തായാലും പോകണമെന്ന് ഞാൻ പറയില്ല, പിന്നെ മോക്കിന് ഭർത്താവിൻ്റെ വീട്ടുകാരുമാണ് ഏറ്റവും വലുതെങ്കിൽ മോള് വയ്ക്കോ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനകയും പറയുന്നുണ്ട് മോൾക്ക് പോകണമെങ്കിൽ പോകാം, ഞങ്ങളെയൊന്നും നോക്കണ്ട, എല്ലാവർക്കും ഭർത്താവിൻ്റെ വീട്ടുകാരും ആയിരിക്കുമല്ലോ വലുത്, അതുകൊണ്ട് മോള് വയ്ക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പോവുമോ, അതിന് നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് എനിക്ക് മോള് തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് അത് ഞങ്ങളോട് പറ, അതിനോടൊപ്പം ഞങ്ങളും കൂടെ കാണുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന ഭയങ്കരമായിട്ട് ടെൻഷനായി നിൽക്കുകയാണ് ചെയ്യുക.
അടുത്തതായിട്ട് അഭിയേയും നവിയാണ് കേട്ടോ കാണിക്കുക. അപ്പോൾ നവിയെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് അഭി ജ്യൂസൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞ്, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞ് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാമെന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ നിൻ്റെ ഈ സ്നേഹവും നിൻ്റെ ഈ മാറ്റമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നീ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണോ നീ എന്നെ ഇങ്ങനെ ഇപ്പോൾ സ്നേഹിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ എന്തായാലും അവിടെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ എന്തായാലും മാറുവാണെന്ന്, അതുപോലെ തന്നെ നിനക്ക് എൻ്റെ സ്നേഹം മനസ്സിലാവുമെന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയല്ലേ, അതുകൊണ്ട് എന്തായാലും എനിക്കിനി മാറണം എന്ന്, എനിക്ക് നിന്നോടൊപ്പം നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുക. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും മുത്തച്ഛൻ്റെ പവർ അത് വേറൊന്നും തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി മുത്തച്ഛനൊന്നും നിർബന്ധിച്ചിട്ടല്ല ഞാൻ എന്തായാലും നിന്നെ കാണാനോ നിന്നെ സ്നേഹിക്കാനോ വരുന്നത്, നമുക്ക് നന്നായിട്ട് ജീവിക്കുന്ന ആഗ്രഹം കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വരാൻ നേരത്ത് നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിയോ? അതിന് വേണ്ടിയിട്ടാണോ നീ ഇപ്പം എന്നെ സ്നേഹിക്കുന്നതെന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഇനി കാണാനും സ്നേഹിക്കാനൊന്നും വരുന്നില്ല, പോരെ എന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതുകൊണ്ടല്ല അഭി ഞാൻ പറഞ്ഞത്, നിൻ്റെ മുൻകാല ചരിത്രം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല നമുക്ക് നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ അഭി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നവിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുക. എന്നിട്ട് അഭി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, വരുത്തി വെച്ച വിനയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് അനഘയാണ് കേട്ടോ പറയുക. അടുത്തായിട്ട് ദേവയാനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജയ് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ താൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയേണ്ടത് ഒന്നുമില്ല, ആദർശ് മോൻ അത്ര വിഷമമായിട്ടാണ് അവളെ വിളിക്കാൻ പോയത്, എന്നിട്ട് അവളെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ മോൾക്ക് അഹങ്കാരമായതുകൊണ്ടല്ല, അവളെ അമ്മായിയമ്മയ്ക്ക് അഹങ്കാരമായതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അവിടെ 7ാം മാസ ചടങ്ങിന് വന്നപ്പോൾ താൻ എങ്ങനെയാണ് മരുമോളുടെ അടുത്തൊക്കെ പെരുമാറിയത്, ഏതൊരു അച്ഛനും അമ്മയ്ക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ കണ്ടാൽ സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നയനമോളെ എത്രമാത്രം അമ്മായിയമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്കൊക്കെ അറിയാം, അതുകൊണ്ട് തന്നെ ഇനി താൻ ചെയ്ത തെറ്റൊക്കെ പറഞ്ഞ് തിരുത്തി മോളെ വിളിച്ചുകൊണ്ട് വരുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുകയാണ്, ഒരിക്കലും അങ്ങനെ അവരെ മുമ്പ് പോയി താഴാനൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വിളിക്കാനും പോകണില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, എന്തൊക്കെയാണെങ്കിലും നയനമോളില്ലെങ്കിൽ ഈ വീടിങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അത് ഞാനൊരു കാര്യം പറഞ്ഞാൽ തനിക്ക് ദേഷ്യമൊന്നും തോന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, എന്തായാലും ആദർശനും അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും തന്നെക്കാളും ഇഷ്ടം നയനമോളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനെ ഇങ്ങനെ നോക്കി ജെനെ നോക്കി നിൽക്കുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.